Hi friends, welcome to my YouTube channel SD Index Media. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ജീപ്പിൻ്റെ അപ്പോൾസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു പഴയ മോഡൽ ജീപ്പാണ്. ഈ ജീപ്പിനെ നമ്മൾ അപ്പോൾസ്റ്ററി ചെയ്തൊരു മോഡലായിട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ജീപ്പ് സീറ്റ് ഞാൻ ഓൾറെഡി അടിച്ചു കഴിഞ്ഞതാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ജീപ്പ്. ഇത് പഴയ മോഡൽ 4 വീൽ ജീപ്പാണ്. അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ അതിനെ പുതുക്കി പുതിയ മോഡലിൽ ടാർപ്പെല്ലാം അടിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഫുൾ അപ്പോൾസ്റ്ററി നമ്മൾ കാണിക്കും. അപ്പം നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടാർപ്പ് അളവെടുക്കണം. അപ്പോൾ അളവെടുക്കാനായിട്ട് ഇതാണ് നമ്മുടെ ജീപ്പിൻ്റെ ഫ്രണ്ട് പേഴ്സ്. ഇവിടെ ഒരു ചാനലുണ്ടാവും. ഈ ചാനലിനകത്ത് നമ്മൾ ടാർപ്പയ്ക്കകത്ത് ഒരു റോപ്പ് തച്ചതിന് ശേഷം ഇതിനകത്തൂടെ കടത്തിവിട്ട് ഈ ഒരു നെറ്റി പീസ്, അതിന് നെറ്റി ടോപ്പ് ഫ്രണ്ട് പീസെന്ന് പറയും. അപ്പോൾ ഈ പീസിനെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാനതങ്ങനെ പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇടുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതായത് ഇതേപോലെ തച്ച് ഞാൻ ജോയിൻ്റ് ചെയ്ത് ഇട്ടേക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ചാനലിനകത്ത് കയറ്റി ഇട്ടതിന് ശേഷം ആ ടാർപ്പയുടെ ടോപ്പിൽ 4 സൈഡും വലിച്ചൊന്ന് കെട്ടണം. അപ്പോൾ അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇതുവഴി ഇങ്ങനെ കയറ്റുക. ഇതിൻ്റെ ഒരു എഡ്ജുണ്ട്. ആ എഡ്ജ് വഴി നമ്മൾ റോപ്പ് അടിച്ചേക്കാണ് ഇതിനകത്ത്. അപ്പോൾ അതുവഴി നമ്മൾ ഇങ്ങനെ കയറ്റുക. ഈ ചാനലിൽ കൂടെ ആ റോപ്പ് പോകണം. കണ്ടോ? ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ടാർപ്പയുടെ ഈ തലയിൽ പിടിച്ചിട്ട് അങ്ങ് മുകളിലോട്ടിടണം. ഇനി നമ്മൾ ഇതിനെ ടൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിതിങ്ങനെ വലിച്ച് ഇവിടെ ഒരു നൂൽക്കമ്പി ഉപയോഗിച്ച് നമ്മൾ കെട്ടാൻ പോവുകയാണ്. ഇങ്ങനെ. ഇത് എൻ്റെ മകനാണ്, എൻ്റെ മൂത്ത മകനാണ്. പേര് നീരജ്. ഇനി മോൻ്റെ കൂട്ടുകാരനോട് പരിചയപ്പെടാം. അങ്ങനെ നമ്മുടെ അടുത്ത ആളെത്തിയിട്ടുണ്ട് എന്നെ സഹായിക്കാൻ വരുന്ന. അവരെ ഒന്ന് പരിചയപ്പെടുകയാണ്. ഹലോ, എൻ്റെ പേര് അനന്തു. അപ്പോൾ ഇവരാണ് എന്നെ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ മോഡൽ. ഞാനിത് വരച്ചിട്ടേക്കുന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഈ സൈഡിൽ ലെവൽ 2 സൈഡൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേ കണക്ക് സൈഡ് പീസ് വെട്ടിയെടുത്ത് നമ്മൾ ഇങ്ങനെ വെക്കുകയാണ്. പിടിക്കുമോനെ. ഇനി നമ്മൾ ഈ ലെവൽ ഇവിടെ ഒരു മാർക്കുണ്ട്. ആ മാർക്കും ഈ ലെവലും കൂടെ കറക്റ്റാക്കി വെക്കണം. അപ്പോൾ ഇതേ മോഡലിന് നമ്മൾ തച്ച് ഗ്ലാസും കൂടെ വെക്കുകയാണ് ഇതിനകത്ത്. മൈക്ക 50 mm മൈക്ക നമ്മളിതിനകത്ത് വെച്ച് തയ്ക്കും. അപ്പോൾ അത് തച്ചതിന് ശേഷമാണ് ഇനി നമ്മളിത് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ മോഡൽ. ഇതാണ് സൈഡ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇനി അടുത്തൊരെണ്ണമുണ്ട്. ഇത് 2 സൈഡിലേക്കുള്ളതാണ്. ഇനി ബാക്ക് ഡോറ്. അപ്പം നമ്മൾ ടോപ്പ് പീസ് നമ്മൾ ജീപ്പിനകത്ത് ഇട്ടത് കണ്ടു. അതിൻ്റെ 2 സൈഡായി. ഇനി ബാക്ക് ഡോറ്. ഇതാണ് ബാക്ക് ഡോറ് ഞാൻ മാർക്ക് ചെയ്തത്. ഇത് മുകൾ ഭാഗം. അതിനകത്ത് നമുക്ക് അകത്തിരുന്നാൽ പുറത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തുള്ള പ്ലാസ്റ്റിക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അരികിൽ നമ്മൾ ഷീറ്റിംഗ് എന്ന് പറയും. ഇത് കണക്കുള്ള ലൈനിങ് തയ്ക്കാനായിട്ട് നമ്മൾ ഇത് കണക്കുള്ള ബ്ലാക്കിലുള്ള ഷീറ്റിംഗ് മേടിച്ചിട്ട് ഇതിനെ നമ്മൾ ഈ എഡ്ജ് വഴി തയ്ക്കും. സ്റ്റിച്ച് ചെയ്ത് ഇതിനകത്ത് പിടിപ്പിക്കുകയാണ് പിടിപ്പിച്ചതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇനി കാണാം. സൈഡ് പീസ് നമ്മൾ ഇതുപോലെയാണ് തയ്ക്കുന്നത്. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലൊരു ഡോറ്, ഇതിനകത്താണ് ഈ മൈക്ക തയ്ക്കുന്നത്. ഉണ്ടോ? ഈ മൈക്ക ഇതിനകത്ത് വെച്ച് തച്ചതിന് ശേഷം ഇവിടെ കട്ട് ചെയ്ത് കളയും. അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് പതിപ്പിക്കും. ഇനി ഈ ലെവലിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് കൊടുക്കുന്നത്. ഇതൊന്ന് കട്ട് ചെയ്യണം ഞാൻ കേട്ടോ. അതിന് ശേഷം ഇതിനെ നമ്മൾ ഇതുപോലെ അകത്തോട്ട് മടക്കുക. ഇത് കണക്കെടുത്തു. എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സാധനം ഇതിനകത്ത് വിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ അകത്ത് പോകും. നമ്മളിതുപോലെ മാർക്കിങ് നമ്മൾ ചോക്ക് ചെയ്ത് മാർക്ക് ചെയ്തില്ലേ,
ആ മാർക്കിങ് കണക്കാക്കി വെച്ച് തയ്ക്കുക. അപ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഇതുപോലെ നമ്മൾ തയ്ക്കും. തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ മുകളിലാണ് ഇതിങ്ങനെ ഈ ഒരു അതിൻ്റെ അടപ്പ് വരുന്നത്. അടപ്പിനെ നമ്മൾ ഈ മൈക്ക വെച്ച് തച്ച് ഇവിടെ ഹോളാക്കും. കണ്ടോ, ഇവിടെ ഇങ്ങനെ വെൽക്രോ നമ്മൾ ഒട്ടി 4 സൈഡും വരും, 3 സൈഡും വരും. ഇത്രയാണ് സൈഡിൻ്റെ വർക്ക്.
ഇതിൻ്റെ മുകളിൽ നമ്മൾ തെർമോക്കോളും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ഒരു ലെയർ പ്ലാസ്റ്റിക്കും കൂടെ വിരിക്കും, കാരണം വെള്ളം ചോരാതിരിക്കാനായിട്ട്. നമ്മൾ പ്ലാസ്റ്റിക്കും കൂടെ ഇതിനകത്ത് കണക്ക് 4 സൈഡും ഒട്ടിച്ച് വെളിയിൽ കാണാത്ത വിധം ഒട്ടിച്ച് വയ്ക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ ടാർപ്പ കോട്ടൺ ടാർപ്പയാണ്. വേണ്ട, നമ്മൾ തച്ച് കഴിഞ്ഞേക്കാണ് ടാർപ്പയെല്ലാം. ഇനി നമ്മളിത് ഇടാൻ പോവുകയാണ്. അപ്പം ഇതിന് മുമ്പ് ഇതിനകത്ത് കൂടെ വെള്ളം പിടിച്ചിട്ട് ഇതിനകത്ത് വെള്ളച്ചോർച്ച ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കും കൂടെ വിരിക്കുന്നത്. മറച്ചു കൊടുക്കും.